PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പോൾ മലയാളം ചോദ്യങ്ങളുടെ ആൻസർ കീ നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് മാത്സിലെയും ഇംഗ്ലീഷിലെയും ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ സാധ്യതാ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ചെയ്തതിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ നമ്മൾ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് ഒരുപാട് നമ്മൾ ക്ലാസ് കവർ ചെയ്ത് പോയതാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ കണ്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം മാത്സിലെ ചോദ്യങ്ങളാണ്. നിശ്ചലമായ വെള്ളത്തിൽ മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന മോട്ടോർ ബോട്ട് 30 കിലോമീറ്റർ താഴേക്ക് പോയി. മൊത്തം 4 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തുന്നു. സ്ട്രീമിന്റെ വേഗത എത്രയാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 10 ആണ് വരുന്നത്. ചോദ്യചിഹ്നത്തെ മാറ്റി സ്ഥാപിക്കുന്ന ബദൽ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മാലോക്ലൂഷൻ ആണ്. കണ്ണ് മയോപ്പിയ, പല്ല് മാലോക്ലൂഷൻ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത്, രാധയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ 5 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും. 10 മിനിറ്റിനുള്ളിൽ റാമിന് 4 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും. 9 മണിക്കൂറിനുള്ളിൽ രണ്ടുപേരും എത്ര കുപ്പികൾ നിറയ്ക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ്, 486. ഒരു വ്യാപാരി വില 20% വർദ്ധിപ്പിച്ച് ഒരു സാധനം വിൽക്കാൻ തീരുമാനിച്ചു. തുടർന്ന് അവൻ വില 10% കുറയ്ക്കുന്നു. അവന്റെ ലാഭനഷ്ടത്തിന്റെ ശതമാനം എത്ര എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 8% ലാഭം. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1259. 2004 ജനുവരി 16 വെള്ളിയാഴ്ചയാണെങ്കിൽ 2005 ജനുവരി 16 ഏത് ദിവസമായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഞായർ. എ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യാം. ബി അതേ ജോലി 16 ദിവസം കൊണ്ട് ചെയ്യാം. എ, ബി, സി എന്നിവർ ചേർന്ന് 4 ദിവസത്തിനുള്ളിൽ ജോലി ചെയ്യാൻ കഴിയും. സിക്ക് ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായ ദിവസങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 9 3/5. അടുത്ത നമ്പർ കണ്ടെത്തുക. 4, 8, 32, 128. അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 2048. പ്രതിവർഷം 8% കൂട്ടുപലിശ നിരക്കിൽ രാമു ഒരു ബാങ്കിൽ 4 വർഷത്തേക്ക് ഒരു തുക നിക്ഷേപിക്കുന്നു. ശ്യാമു അതേ തുക മറ്റൊരു ബാങ്കിൽ 8% സാധാരണ പലിശയ്ക്ക് 4 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. 4 വർഷത്തിന് ശേഷം രാമുവിന് ശ്യാമുവിനേക്കാൾ എത്ര ശതമാനം ഏകദേശം ലഭിച്ചു? ഉത്തരം ഓപ്ഷൻ എ ആണ്, 4. ആദ്യത്തെ 100 ഒറ്റസംഖ്യകളുടെ ആകെത്തുകയും ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ ആകെത്തുകയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 100. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കണക്കിലെ ചോദ്യങ്ങൾ. ഇംഗ്ലീഷ് നോക്കാം. ഹി സെഡ് ഐ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി എബവ്. എന്തുകൊണ്ടാണ്? ഹി സെഡ് ഐ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ മാറ്റുന്ന സമയത്ത് എന്തായിട്ട് മാറും? ഹി സെഡ് ദാറ്റ് എന്നായിട്ട് മാറും അല്ലേ? റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹി സെഡ് ദാറ്റ് എന്നുള്ളൊരു കീവേഡും കൂടെ അവർ വരും. അപ്പോൾ ഇവിടെ ദാറ്റ് എന്ന് പറയുന്നത് കാണുന്നുണ്ടോ? ഇല്ല, ദാറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നൺ ഓഫ് ദി എബവ് ആണ്. പിന്നെ ഇവിടെ ഹാഡ് ഓൾറെഡി ലെഫ്റ്റിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇല്ല, ഹാഡ് ഓൾറെഡി ലെഫ്റ്റിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവിടെ ദാറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നൺ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരാം. അടുത്തത്, മെഡിക്കൽ സ്റ്റഡി ഓഫ് സ്കിൻ ആൻഡ് ഇറ്റ് ഡിസീസസ്. മെഡിക്കൽ സ്റ്റഡി ഓഫ് സ്കിൻ ആൻഡ് ഇറ്റ് ഡിസീസസ് എന്താ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്, ഡെർമറ്റോളജി. ഡെർമറ്റോളജി. ദ വേർഡ് പ്രീഹെൻസൈൽ മീൻസ്. പ്രീഹെൻസൈൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഏബിൾ ടു ഗ്രാസ്പ് ആണ്. ഏബിൾ ടു ഗ്രാസ്പ്. കില്ലിംഗ് ഓഫ് വൺസ് വൈഫ്. കില്ലിംഗ് ഓഫ് വൺസ് വൈഫ് അറിയപ്പെടുന്നത് എന്താ? യുക്സോറിസൈഡ് എന്നാണ് അല്ലേ? യുക്സോറിസൈഡ്.
വി ട്യൂഡ് മൂന്നാർ ഡാഷ് എ ബസ് ലാസ്റ്റ് മന്ത്. ആൻസർ എന്താ വരുന്നത്? നമ്മൾ പഠിപ്പിച്ചതാണ് അല്ലേ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓൺ ആണ് വരിക. എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ബസ്സാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് പഠിച്ചപ്പോൾ ബസ്സിന് മുമ്പിൽ എന്തുണ്ട്? ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ബസ്സിന് മുമ്പിൽ എന്തെങ്കിലും ആർട്ടിക്കിളോ വിശേഷണമോ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഓൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓണം വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഓണം അല്ലേ, ഓണമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺ ആണ് നമ്മൾ യൂസ് ചെയ്യുക ബസ്സിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉള്ളത് കൊണ്ട്. ഓക്കെ, അടുത്തത് പിക്ക് ഔട്ട് ദി കറക്റ്റ് സെൻറ്റൻസ്. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്? ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ടാ? രാജു ഈസ് നോട്ട് ഓൺലി അറഗൻറ്റ് ബട്ട് ഓൾസോ സെൽഫിഷ്. അപ്പോൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്ന ഇതാണ് വരുന്നത്. അപ്പോൾ രാജു ഈസ് നോട്ട് ഓൺലി അറഗൻറ്റ് ബട്ട് ഓൾസോ സെൽഫിഷ് എന്നുള്ളതാണ് ശരി. എവ്രിബഡി ഹാസ് ഗിവൺ കോവിഡ് വാക്സിൻ ഡാഷ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ എവ്രിബഡി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എവ്രിബഡി തന്നതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലോട്ട് മാറ്റുന്ന സമയത്ത് എന്താണ് വരിക? ദേ എന്നുള്ളതാണ് വരിക അല്ലേ. പ്രൊനൗൺ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ദേ ആയിരിക്കും. ഇവിടെ എവ്രിബഡി ഹാസ് ഗിവൺ കോവിഡ് വാക്സിൻ ആണ്. ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സോ നമുക്ക് ടാഗ് വരേണ്ടത് നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇവിടെ ഹാസ് ദേ പോസിറ്റീവ് ആണ്, ഹാവ് ദേയും പോസിറ്റീവ് ആണ്. അത് രണ്ടും വരത്തില്ല. പിന്നെ ഹാസിൻ്റെ ദേ ഉണ്ട്, ഹാവിൻ്റെ ദേ ഉണ്ട്. നമ്മുടെ പ്രൊനൗൺ വരുന്നത് എവ്രിബഡി ആയതുകൊണ്ട് ദേ ആണ്. അപ്പോൾ ദേ എന്ന് പറയുന്നത് എന്താ? പ്ലൂറൽ ആണ്. അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഹാവിൻ്റെ ദേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് പ്രിപ്പയറിംഗ് പൈസ് ആൻഡ് കേക്ക്സ് ഡാഷ് മിസ്സസ് അനിതാസ് സ്പെഷ്യാലിറ്റി. അപ്പോൾ പൈസും കേക്ക്സും ഉണ്ടാക്കുന്നതാണ് അനിതയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പൈസ് ആൻഡ് കേക്ക്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സിംഗിൾ കൺസെപ്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇസ് ആണ് വരുന്നത്. സിംഗിൾ കൺസെപ്റ്റ് ആയതുകൊണ്ട് ഇസ് ആണ് വരുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. കറക്റ്റ്ലി സ്പെൽ ചെയ്തിട്ടുള്ളത് ഏതാണ്? കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ എ ആണ്, ഇനിമിറ്റബിൾ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? എക്സലൻറ്റ് എന്ന് പറയുന്നത് EXCELLENT ആണ് വരേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ഹ്യൂറിക്കിയൻ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? CAIN അല്ല, CANE ആണ് വരേണ്ടത്. ഇവിടെ കാറ്റസ്ട്രോഫി എന്ന് പറയുന്നത് Y അല്ല വരേണ്ടത്, E ആണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അത് മൂന്നും തെറ്റിപ്പോയത്. ഇനിമിറ്റബിൾ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് നോക്കാം. റാണി ടോൾഡ് മീ ദാറ്റ് ദ സൈറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. അപ്പോൾ ഇവിടെ ഈ സൈറ്റും ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് വരേണ്ടത് എന്നതായിരിക്കും ചോദ്യം. അപ്പോൾ ഇവിടെ വരുന്നത് ഈ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, തന്നിരിക്കുന്നതാണ്. സൈറ്റും ആണ് വരേണ്ടത്. അപ്പോൾ റാണി ടോൾഡ് മീ ദാറ്റ് ദ സൈറ്റ്, അതായത് ഒരു പ്ലേസ് അല്ലേ. സൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേസ് ആണ്. സൈറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ഈ സൈറ്റ് എന്താ? ഇത് വിഷൻ എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, കാഴ്ച എന്നുള്ളൊരു മീനിങ് ആണ് സൈറ്റ്. ഇതെന്ന് പറയുന്നത് എന്താ? ഒരു പ്ലേസ് എന്നുള്ളൊരു മീനിങ് ആണ്, ഒരു പ്ലോട്ട് എന്നുള്ള ഒരു മീനിങ് ആണ് ഈ സൈറ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാത്സിലെയും ഇംഗ്ലീഷിലെയും ചോദ്യങ്ങൾ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ എങ്ങനെയിരുന്നു പരീക്ഷ എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ അങ്ങോട്ടും ഉണ്ടായിരിക്കും, തുടർന്നും ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വീഡിയോസൊക്കെ കണ്ട് പ്രയോജനപ്പെടുത്തുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. GK ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ആൻസർ കീ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്